5 പതിറ്റാണ്ടിലേറെയായി അനാഥരുടെയും അഗതികളുടെയും ആശാകേന്ദ്രമായി വർത്തിക്കുകയും ജ്ഞാനപ്രസരണത്തിന്റെ സിരാകേന്ദ്രവുമായി വർത്തിക്കുന്ന എളമരം യതീംഖാനയുടെ ആത്മീയ വഴികാട്ടിയും സൂഫി വര്യനും കർമ്മങ്ങളിൽ കറാഹത്തിന്റെ കണിക പോലും ചേർക്കാത്ത പാണ്ഡിത്യത്തിന്റെ പ്രകാശഗോപുരമായ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെയും സൂക്ഷ്മതയുടെ സംശുദ്ധിയും സമർപ്പിത സമീപനത്തിന്റെ സാന്നിധ്യവുമായ പണ്ഡിത സൂര്യൻ ശംസുൽ ഉലമയുടെയും അനാഥ സംരക്ഷണ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്ന വായിച്ചാക്കയുടെയും ആണ്ട് അനുസ്മരണ സാംസ്കാരിക സമ്മേളനം നാളെ തിങ്കളാഴ്ച എളമരം യതീംഖാന ക്യാമ്പസിൽ അതിവിപുലമായി നടത്തപ്പെടുകയാണ്. ഉച്ചക്ക് കൃത്യം 2:30 പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, TP ചെറുപ്പ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുന്ന സാംസ്കാരിക അവാർഡ് ദാന സമ്മേളനത്തിലേക്കും തുടർന്ന് മഗ്രിബ് നമസ്കാരാനന്തരം സയ്യിദ് മാനുത്തങ്ങൾ വെള്ളൂർ, റഹ്മത്തുള്ള മമ്പാട് തുടങ്ങിയ ആദരണീയരായ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ദിക്ർ ദുആ മജ്ലിസിലേക്കും അനുസ്മരണ സംഗമത്തിലേക്കും മുഴുവൻ ദീനീ സ്നേഹികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നാളെ മഗ്രിബ് നമസ്കാരാനന്തരം എളമരം യതീംഖാന ക്യാമ്പസിലേക്ക്. അഞ്ചു പതിറ്റാണ്ടിലേറെയായി അനാഥരുടെയും അഗതികളുടെയും ആശാകേന്ദ്രമായി വർത്തിക്കുകയും ജ്ഞാനപ്രസരണത്തിന്റെ സിരാകേന്ദ്രവുമായി വർത്തിക്കുന്ന എളമരം യതീംഖാനയുടെ ആത്മീയ വഴികാട്ടിയും സൂഫി വര്യനും കർമ്മങ്ങളിൽ കറാഹത്തിന്റെ കണിക പോലും ചേർക്കാത്ത പാണ്ഡിത്യത്തിന്റെ പ്രകാശഗോപുരമായ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെയും സൂക്ഷ്മതയുടെ സംശുദ്ധിയും സമർപ്പിത സമീപനത്തിന്റെ സാന്നിധ്യവുമായ പണ്ഡിത സൂര്യൻ ശംസുൽ ഉലമ അനാഥ സംരക്ഷണ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്ന വായിച്ചാക്കയുടെയും അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 13 തിങ്കളാഴ്ച എളമരം യതീംഖാന ക്യാമ്പസിൽ അതിവിപുലമായി നടത്തപ്പെടുകയാണ്. ആദരണീയരായ സയ്യിദന്മാരും മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കുന്ന അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് മുഴുവൻ ദീനീ സ്നേഹികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 13 തിങ്കളാഴ്ച എളമരം യതീംഖാന അങ്കണത്തിലേക്ക്. അഞ്ചു പതിറ്റാണ്ടിലേറെയായി അനാഥരുടെയും അഗതികളുടെയും ആശാകേന്ദ്രമായി വർത്തിക്കുകയും ജ്ഞാനപ്രസരണത്തിന്റെ സിരാകേന്ദ്രവുമായി വർത്തിക്കുന്ന എളമരം യതീംഖാനയുടെ ആത്മീയ വഴികാട്ടിയും സൂഫി വര്യനും കർമ്മങ്ങളിൽ കറാഹത്തിന്റെ കണിക പോലും ചേർക്കാത്ത പാണ്ഡിത്യത്തിന്റെ പ്രകാശഗോപുരമായ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെയും സൂക്ഷ്മതയുടെ സംശുദ്ധിയും സമർപ്പിത സമീപനത്തിന്റെ സാന്നിധ്യവുമായ പണ്ഡിത സൂര്യൻ ശംസുൽ ഉലമ അനാഥ സംരക്ഷണ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്ന വായിച്ചാക്കയുടെയും അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 13 തിങ്കളാഴ്ച എളമരം യതീംഖാന ക്യാമ്പസിൽ അതിവിപുലമായി നടത്തപ്പെടുകയാണ്. പതാക ഉയർത്തൽ, സാംസ്കാരിക സമ്മേളനം, അവാർഡ് ദാനം, മൗലിദ് പാരായണം, അനുസ്മരണ സംഗമം, ദുആ മജ്ലിസ്, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികളിലായി പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മാനുത്തങ്ങൾ വെള്ളൂർ തുടങ്ങി ആദരണീയരായ സയ്യിദന്മാരും മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കുന്ന അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് മുഴുവൻ ദീനീ സ്നേഹികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 13 തിങ്കളാഴ്ച എളമരം യതീംഖാന അങ്കണത്തിലേക്ക്.
5 പതിറ്റാണ്ടിലേറെയായി അനാഥരുടെയും അഗതികളുടെയും ആശാ കേന്ദ്രമായി വർത്തിക്കുകയും ജ്ഞാനപ്രസരണത്തിന്റെ സിരാകേന്ദ്രവുമായി വർത്തിക്കുന്ന എളമരം യതീംഖാനയുടെ ആത്മീയ വഴികാട്ടിയും സൂഫി വര്യനും കർമ്മങ്ങളിൽ കറാഹത്തിന്റെ കണിക പോലും ചേർക്കാത്ത പാണ്ഡിത്യത്തിന്റെ പ്രകാശ ഗോപുരമായ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെയും സൂക്ഷ്മതയുടെ സംശുദ്ധിയും സമർപ്പിത സമീപനത്തിന്റെ സാന്നിധ്യവുമായ പണ്ഡിത സൂര്യൻ ഷംസുൽ ഉലമയുടെയും അനാഥ സംരക്ഷണ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്ന വായിച്ചാക്കയുടെയും അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 13 തിങ്കളാഴ്ച എളമരം യതീംഖാന ക്യാമ്പസിൽ അതിവിപുലമായി നടത്തപ്പെടുകയാണ്. ആദരണീയരായ സയ്യിദന്മാരും മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കുന്ന അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് മുഴുവൻ ദീനീ സ്നേഹികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 13 തിങ്കളാഴ്ച എളമരം യതീംഖാന അങ്കണത്തിലേക്ക്.